കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ, അതായത് ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, ഷോർട്ട് ഫിലിം ചെയ്യുന്നവർ, ഇത്തരം ആളുകൾ പ്രധാനമായും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഡേറ്റയുടെ സ്റ്റോറേജ് സ്പേസും അതിൻ്റെ സെക്യൂരിറ്റിയും. ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോസോ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളോ ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് ഉണ്ടാകുന്ന കംപ്ലയിൻറ്റിലൂടെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഇതിൻ്റെ റിക്കവറിക്ക് പോകുമ്പോൾ വളരെ ഭീമമായ എമൗണ്ടാണ് റിക്കവറിക്ക് ചോദിക്കുന്നത്. 30,000-40,000 രൂപ മുടക്കി ഇതിനു മുമ്പ് ഡേറ്റ റിക്കവർ ചെയ്ത ആളുകളുണ്ടാവും. അതിനൊരു സൊല്യൂഷനായ നാസ് സ്റ്റോറേജിനെ കുറിച്ച് ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ പ്രൈസ് ഹൈ ആയതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കും മിഡ് റേഞ്ചിലുള്ളവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസിംഗ് അല്ല നാസ് ബോക്സുകൾക്കുള്ളത്. ഇത്തരം കാറ്റഗറിയിൽപ്പെട്ടവർക്ക്, അതായത് നിങ്ങളൊരു ഫ്രീലാൻസറോ തുടക്കക്കാരനോ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിലേക്ക് എത്തിപ്പെടുന്ന ആളെ ആയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലുള്ള ഒരു ബാക്കപ്പ് സൊല്യൂഷനായ സീഗേറ്റിൻ്റെ ബാക്കപ്പ് ഹബ് എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേറ്റ സ്റ്റോറേജിൻ്റെ സ്പേസിങ്ങിനും അതിൻ്റെ സെക്യൂരിറ്റിക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് സീഗേറ്റിൻ്റെ ബാക്കപ്പ് ഹബ് പ്ലസ്. ഡെസ്ക്ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന 3.5 ഇഞ്ച് മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് തന്നെയാണ് സീഗേറ്റിൻ്റെ ബാക്കപ്പ് പ്ലസിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള USB കേബിൾ കൂടാണ്ട് ഒരു എക്സ്ട്രാ പവർ അഡാപ്റ്ററും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു എക്സ്ട്രാ പവർ ഇൻപുട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ USB പോർട്ടുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള പെൻ ഡ്രൈവുകളോ അല്ലെങ്കിൽ മറ്റ് USB പവേർഡ് ഹാർഡ് ഡിസ്കുകളോ യൂസ് ചെയ്യാവുന്നതാണ്. USB 3 സീരീസിൽ വരുന്ന USB കേബിളാണ് സീഗേറ്റ് ഈ ഡിവൈസിനൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് USB 2.0-ലും 3-ലും കോമ്പാറ്റബിൾ ആണ്. ഈ കേബിളിൻ്റെ ലെങ്ത് ഏകദേശം 2 മീറ്ററോളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഈ ഡിവൈസിനെ പ്ലേസ് ചെയ്യാവുന്നതായിരിക്കും. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബോക്സ് പാക്കിൽ ഹാർഡ് ഡിസ്ക് കൂടാതെ USB കേബിളും പവർ അഡാപ്റ്ററിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള 3-4 ടൈപ്പ് പിന്നുകളും അവൈലബിൾ ആണ്. അതുകൂടാതെ ഹാർഡ് ഡിസ്കിൻ്റെ യൂസർ മാനുവലും ഫോട്ടോഷോപ്പിൻ്റെ 2 മന്ത് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മാനുവലും അവൈലബിൾ ആണ്. നിങ്ങൾ അഡോബിയുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഒട്ടുമിക്ക കമ്പനികളും അവരുടെ ഫ്രീ യൂസേജ് കഴിയുമ്പോഴേക്കും പ്രോഡക്റ്റ് പർച്ചേസിന് പ്രത്യേക ഡിസ്കൗണ്ടുകൾ നൽകാറുണ്ട്. സീഗേറ്റിൻ്റെ ബാക്കപ്പ് പ്ലസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുന്ന 3.5 ഇഞ്ച് മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഒരു USB പവറിൽ അത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് കമ്പനി ഒരു എക്സ്ട്രാ പവർ അഡാപ്റ്റർ അതിനൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അഡാപ്റ്ററിനൊപ്പം 4-5 എക്സ്ട്രാ പിന്നുകളും ലഭിക്കുന്നതാണ്. നമ്മുടെ UPSൽ ഏത് പിന്നാണോ സൂട്ടാകുന്നത് എന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഈസിയായി ഈ അഡാപ്റ്ററിൻ്റെ പിന്ന് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായ ഫ്രീ ഡേറ്റ റിക്കവറി എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റ് ഏത് ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാലും സീഗേറ്റിനെ ഹൈലൈറ്റ് നിർത്തുന്നത് അതിൻ്റെ ഫ്രീ ഡേറ്റ റിക്കവറി ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക് സീഗേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3 ഇയർ വാറണ്ടിക്കുള്ളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അതിനകത്തെ ഡാറ്റ ഫ്രീ ആയി സീഗേറ്റ് റിക്കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഫ്രീ ഡേറ്റ റിക്കവറിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സീഗേറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിരുന്നു. സീഗേറ്റ് പറഞ്ഞിരുന്നത് ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തൊരു ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡേറ്റ റിക്കവറിക്ക് വേണ്ടി സീഗേറ്റിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ ക്ലെയിം അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ സീഗേറ്റ് അതിൻ്റെ റിക്കവറിക്ക് വേണ്ടി റിക്കവറി സെൻറ്ററിലേക്ക് അയക്കുന്നതായിരിക്കും. എന്നാൽ ഈ റിക്കവറി സെൻറ്റർ ഇന്ത്യയിലല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഡിവൈസ് മറ്റൊരു രാജ്യത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അടയ്ക്കേണ്ട കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ അടയ്ക്കേണ്ടി വരും. എന്നാൽ അത് നമ്മുടെ ഡിവൈസിൻ്റെ ഏകദേശം ഒരു 5% മാത്രമായിരിക്കും എമൗണ്ട് എന്നാണ് സീഗേറ്റ് ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഈ ഹാർഡ് ഡിസ്കിന് ഇന്നത്തെ മാർക്കറ്റ് വില ഏകദേശം 8,500 രൂപയാണ്. അതിൻ്റെ 5% എന്ന് പറയുന്നത് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റും ആയിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു ഹാർഡ് ഡിസ്ക് റിക്കവറി സെൻറ്ററിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 മുതൽ 10,000, 15,000, 20,000 എന്നിങ്ങനെ ഹാർഡ് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് എന്താണോ അതിനെ അപേക്ഷിച്ചിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് സീഗേറ്റിൻ്റെ ബാക്കപ്പ് പ്ലസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ സീഗേറ്റ് അവരുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു ടൂൾ കിറ്റും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ബാക്കപ്പ് പ്ലസിലേക്ക് ഡേറ്റ ബാക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്കപ്പ് സോഫ്റ്റ്വെയറും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏത് ഡേറ്റയാണോ നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് അത് ഈ സോഫ്റ്റ്വെയറിലേക്ക് പാത്ത് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഹാർഡ് ഡിസ്കിലേക്ക് അത് ബാക്കപ്പ് ആകുന്നതായിരിക്കും. ഈ സോഫ്റ്റ്വെയറെല്ലാം തന്നെ നമുക്ക് സീഗേറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ സ്റ്റോറേജിൻ്റെ സ്പേസും അതിൻ്റെ സെക്യൂരിറ്റിയും വലിയൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് സീഗേറ്റിൻ്റെ ബാക്കപ്പ് പ്ലസ് ഹബ്ബ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പുതിയ വീഡിയോകൾ ഞാൻ ഇടുന്ന ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.
ബൈ.